ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് അലീനെ കാണാനായിട്ട് ഗോവർദ്ധൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അലീന രോഹിത്തിൻ്റെ മുറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുകയാണ്. പഴയ 1-2 പെൻഡ്രൈവും പ്ലെയിൻ ഡിസ്കുകളും സിം കാർഡും എല്ലാം എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. ആ സമയത്ത് ഗോവർദ്ധൻ ചോദിക്കും, എന്താ അലീനെ കയ്യിൽ? അത് രോഹിത്തിൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയതാങ്ങളെ. എന്തായാലും പോലീസ് ഒരു തെളിവെടുപ്പിന് ഇവിടെ വരും. ആ സമയത്ത് ഇവിടെ കിടന്ന സാധനങ്ങളൊക്കെ മാറ്റാമെന്ന് കരുതി. എന്താ ഇതിലൊക്കെ? അറിയില്ല. 2-3 പ്ലെയിൻ ഡിസ്കുകളും 2 സിമ്മും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. പഴയൊരു ഫോണും ഉണ്ട്. അങ്കിള് വക്കീലിനെ കണ്ടായിരുന്നു. വക്കീലിനെ ഞാൻ കണ്ടു. ജാമ്യം കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. പെൺകുട്ടിക്ക് പ്രായമായി പൂർത്തിയാവാത്ത പെൺകുട്ടിയല്ലേ അത് വലിയ കേസാവും. പിന്നെ ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. അവരാരും സ്റ്റേഷനിലില്ല. അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി മറ്റൊരു ക്യാമ്പിലോട്ട് മാറ്റിയിരിക്കുക. എസ് ഐ ഒന്നും സ്ഥലത്തില്ലെന്ന് പറയും. ഇത് കേൾക്കുന്ന അലീന പറയും, നമ്മളെ രക്ഷിക്കാൻ ആരും ഇല്ലേ അങ്കിളെ? അത്രയും വലിയൊരു തെറ്റല്ലേ അലീനെ അവൻ ചെയ്തിരിക്കുന്നതെന്ന് പറയും. ഇനിയിപ്പോൾ ആർക്കെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമോ? ആ ചെറുക്കൻ്റെ ഭാവി പോയി. ഇവിടുത്തെ പെൺപിള്ളേരുടെ കാര്യവും കഷ്ടമായി. അവർക്ക് സ്കൂളിലോ കോളേജിലോ അങ്ങനെ പോകാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് വിഷമിക്കുകയാണ്. ഇത് എൻ്റെ അച്ഛൻ എങ്ങനെ സഹിക്കും എന്ന് അലീന ഗോവർദ്ധനോട് ചോദിക്കും. എല്ലാത്തിനും അഴിച്ചു വിട്ടേക്കുമായിരുന്നല്ലോ, ഓരോന്നിൻ്റെതായ വഴി എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ ദേഷ്യപ്പെടുന്നുണ്ട്. അലീന പറയും, അങ്ങളെ അങ്ങനെയൊന്നും അച്ഛൻ്റെ അടുത്ത് പറയല്ലേ, അച്ഛൻ ഒന്നാമത് സുഖമില്ലാതിരിക്കുമെന്ന് പറയും. ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഞാനെന്തിനാണ് പറയുന്നത്? എല്ലാം നാളെ രാവിലെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ ഉൾപ്പെടെ വരുമല്ലോ. എല്ലാവരുടെ പേരും വിലാസം ഉൾപ്പെടെ അവിടെ വരുമെന്ന് പറയും. എന്നവർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്കിൾ എങ്ങനെയെങ്കിലും ഒന്നും കൂടി വക്കീലിനെ ഒന്ന് കാണണം. ജാമ്യം കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന് അന്വേഷിക്കണം. രോഹിത്തിന് ജാമ്യം കിട്ടിയെങ്കിൽ മാത്രം രോഹിത്തിന് നമുക്ക് സത്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അവൻ നിരപരാധിയാണെങ്കിൽ ഏത് വിധേന അവനെ രക്ഷിച്ചെടുക്കണം എന്നൊക്കെ പറയും. എന്തായാലും ഞാൻ ഒന്നും കൂടി ശ്രമിക്കാം, ഞാൻ വക്കീലിനെ കാണാമെന്നൊക്കെ പറയാം. എന്തായാലും ഷോപ്പൊക്കെ അടച്ചിട്ട് നന്നായി. ഷോപ്പിലൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. പോലീസുകാർ വന്ന നാട്ടുകാരെയൊക്കെ നീക്കം ചെയ്തത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലെങ്കിൽ ഷോപ്പ് അടച്ചിടണമെന്ന്. ഷോപ്പ് തുറന്നു വെച്ചിരുന്ന അവർ ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊട്ടിക്കും. പിന്നെ വലിയൊരു ഭീമ നഷ്ടം ഉണ്ടാവുമെന്ന് പറയും. അങ്കിള് സൂക്ഷിക്കണമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് ഗോവർദ്ധൻ പുറത്തോട്ട് വരികയാണ്. ആ സമയത്ത് ബബിത വന്ന് ചോദിക്കും, എന്താ അവളോട് മാത്രം ഇത്രയ്ക്കങ്ങ് രഹസ്യം പറയാനെന്ന് ഗോവർദ്ധനോട് ചോദിക്കും. അവളെ എല്ലാവർക്കും വലിയ ആളായിരിക്കും, പക്ഷെ അവളെ എനിക്ക് ഇന്ന് ഇവിടുത്തെ വേലക്കാരി തന്നെയാണെന്ന് പറയും. ഉടനെ ഇത് കേൾക്കുന്ന ഗോവർദ്ധൻ പറയും, ശരി, അവളിവിടുത്തെ വേലക്കാരിയാണ്. നിൻ്റെ അമ്മ ആക്സിഡൻറ്റ് പറ്റിയ ഹോസ്പിറ്റലിൽ അതിൻ്റെ അടുത്ത റൂമിൽ തന്നെ അച്ഛനും കൊഴിഞ്ഞ് വീണ് കിടക്കുന്നു. സഹോദരനെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തേക്കും. എന്നിട്ട് നിനക്ക് സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലല്ലോ എന്ന് ചോദിക്കും. എന്തൊരു അഹങ്കാരം നിനക്ക്! ഇപ്പോഴും നിനക്ക് എങ്ങനെയെങ്കിലും അലീനെ ദ്രോഹിക്കണമെന്ന് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളെന്ന് പറയും. നിൻ്റെ അച്ഛൻ്റെ സുഖവിവരങ്ങളെക്കുറിച്ചൊന്നും നിനക്ക് അന്വേഷിക്കേണ്ടായോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന ബബിത തലകുനിച്ചങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം ഗോവർദ്ധൻ അങ്ങ് പുറത്തു പോകുന്നു. ആ സമയം അലീന ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, എന്താ ബബിതേ, എന്താ നിനക്ക് അറിയേണ്ടത്? ചോദിക്കുക, എനിക്ക് നിന്നോടൊന്നും അറിയണ്ട. അച്ഛൻ നിന്നോട് എന്തെങ്കിലും രഹസ്യം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ വായിൽ നിന്ന് അറിയേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്ന് പറയും. പിന്നെ നീ എന്തിനാ ഇവിടെ വരുന്നവരോട് അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. നീയേ ഇവിടെ ഉള്ളവർക്കെല്ലാം വലിയ ആളായിരിക്കും, പക്ഷേ എനിക്ക് നീ ഇവിടുത്തെ വേലക്കാർ തന്നെ, അത് നീ മറക്കണ്ട. എൻ്റെ മുടിനാടിയുടെ വില പോലും ഞാൻ നിനക്ക് തന്നിട്ടില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബബിത അങ്ങ് പോവുകയാണ്. ഉടനെ കൃഷ്ണ ചോദിക്കും, ബബിതേച്ചിക്ക് ഒരു മാറ്റം ഇല്ലല്ലോ അല്ലേ ചേച്ചി? എത്ര സംഭവം ഉണ്ടായാലും ബബിതേച്ചി മാറത്തില്ല. അത് വിട്ടേരെ മോളെ, അവളുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും പറയണ്ട. രോഹിതേട്ടൻ്റെ കാര്യം എന്ത് പറഞ്ഞ് അങ്കിളെന്ന് ചോദിക്കും. രോഹിത്തിന് ജാമ്യം കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല. ഏതോ പാവം പിടിച്ച കോളനിയിൽ താമസിക്കുന്ന പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. ഷോപ്പിലൊക്കെ അക്രമം ഉണ്ടായി. നാട്ടുകാരെല്ലാം ഷോപ്പ് വളഞ്ഞിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഷോപ്പൊക്കെ അടച്ചിടാൻ പറഞ്ഞതെന്ന് പറയും. നീ എന്ത് ചെയ്യും? രോഹിതേട്ടന് ജാമ്യം കിട്ടുമോ ചേച്ചിയെന്ന് ചോദിക്കും. വക്കീലിനെ കാണുന്നുണ്ട്. എന്തായാലും ഒന്നും കൂടി ശ്രമിക്കാമെന്ന് അങ്കിള് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടും. പക്ഷേ അവന് ജാമ്യം കിട്ടി അവൻ പുറത്തിറങ്ങിയാൽ അവൻ നിരപരാധിയാണെങ്കിൽ നമുക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാമെന്ന് പറയും. അതിനുശേഷം കൊല്ലപ്പള്ളിയിൽ കമലാമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഹരിയെ ജാമ്യത്തിലിറക്കാനായിട്ട് സ്വന്തം അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ട് പോലും മനു അതിൽ ഇടപെടത്തില്ലെന്ന് പറയും. ശിവശങ്കരൻ വിളിച്ചത് നീ സ്റ്റേഷനിൽ പോയെന്ന് അന്വേഷിക്കാൻ പറയും. ഞാനങ്ങ് പോകത്തില്ല അച്ഛാ. എന്നിട്ട് പോലീസുകാർ എൻ്റെ അടുത്ത് ചോദിക്കണം ഞാൻ എത്ര പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് വയ്യ അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ. അവൻ്റെ അടുത്ത് എത്ര തവണ ഇറങ്ങി പറഞ്ഞിട്ടുള്ളത് ഇതിൽ തെറ്റുകൾക്കൊന്നും ഇറങ്ങി പുറപ്പെടരുതെന്ന്. മുമ്പൊരു സംഭവം ഉണ്ടായി. അലീനയ്ക്ക് അവൻ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് തൊട്ട് അവൻ്റെ അടുത്ത് പറയുന്നതാണ്. എന്നിട്ടൊന്നും അവൻ കേൾക്കത്തില്ല. അതെല്ലാം ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കമല.
ആ സമയത്ത് വീട്ടിന് പുറത്ത് കുറേ ആൾക്കാർ ചേർന്ന് ഗേറ്റെല്ലാം തല്ലിപ്പൊളിക്കുകയാണ്. ഉടനെ ഓടി വന്നിട്ട് മനുഷ്യങ്ങളുടെ അടുത്ത് പറയും, മോനെ മനു നീ വാതിൽ തുറക്കുമെന്ന് പറയുമ്പോൾ മനുഷ്യങ്കർ തുറക്കത്തില്ല. കുറേ കഴിഞ്ഞിട്ടും തുറക്കും. ആ സമയത്ത് പറയും, എടാ മോനെ വീട്ടിന് പുറത്ത് നാട്ടുകാരെല്ലാം കൂടി വന്ന് ഗേറ്റെല്ലാം തല്ലിപ്പൊളിക്കുന്നു. അവർക്ക് പ്രതികളെ കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ്. അമ്മ ഒരു കാര്യം ഗേറ്റ് തുറന്നിട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ അടുത്ത് പറയാം, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ നിരപരാധിയാണ്, ഒരു തമാശ കാണിച്ചെന്നൊക്കെ പറയും. ഉടനെ പറയും, മനു നീ കളിക്കരുത്, നാട്ടുകാരെല്ലാം കൂടി ഗേറ്റ് തുറന്ന് വീട്ടിനകത്തോട്ട് കയറി വന്ന് അവർ നമ്മളെയും കൂടി ഉപദ്രവിക്കുമെന്ന് പറയും. അപ്പോൾ അതൊക്കെ അറിയാം, നീ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കും മനു എന്ന് പറയും. അങ്ങനെ പോലീസിനെ വിളിക്കും. അങ്ങനെ പോലീസുകാർ വരുമ്പോഴത്തേക്ക് നാട്ടുകാർ ഗേറ്റെല്ലാം തല്ലിപ്പൊളിച്ച് അകത്ത് കയറാനായിട്ട് രോക്ഷാകുലരായി നിൽക്കുകയാണ്. അങ്ങനെ പോലീസിൽ ലാത്തിച്ചാർജൊക്കെ നടത്തി നാട്ടുകാരെ എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. അതിനുശേഷം ടെറസിന് മേളിൽ കയറിയെന്ന് മനുവും കമലാൻ്റിയും കൂടി ഇതെല്ലാം കാണുകയാണ്. അതിനുശേഷം ഗോവർദ്ധൻ ചെന്നിട്ട് വക്കീലിനെ ഒന്നുകൂടി കാണുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമ്മുടെ രോഹിതനെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ഈ രോഹിതിന് ജാമ്യം കിട്ടാനായിട്ട് വക്കീലിനെ കാണുന്ന ഗോവർദ്ധൻ ശ്രമിക്കുന്നുണ്ട്. ജാമ്യം കിട്ടണം. ജാമ്യം കിട്ടിയതിന് ശേഷം രോഹിതിൻ്റെ വായിൽ നിന്ന് അന്ന് ആ രാത്രി അവിടെ നിന്ന് സംഭവങ്ങളെക്കുറിച്ചെല്ലാം അലീനയോട് പറഞ്ഞെങ്കിൽ മാത്രമേ അലീനയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ രോഹിതിനെ രക്ഷിക്കാൻ കഴിയൂ. സ്വന്തം സഹോദരനെ രക്ഷിക്കാൻ അലീന ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വരും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.